എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കെട്ടുറപ്പുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും. ഇവ രണ്ടിനെയും കാർന്നു തിന്നുന്ന ഒരു മാരക രോഗമാണ് പ്രമേഹം. ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നതിനായി പരമ്പരാഗത രീതിയിലുള്ള യോഗമാർഗം ശീലിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. പ്രമേഹവുമായി ബന്ധപ്പെട്ട് 5-ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവും എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് ആദ്യം നമ്മൾ പരിശീലിക്കാൻ പോകുന്നതാണ് ക്രൗഞ്ചാസനം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം ഇടതുകാലിൻ്റെ മുട്ടുമടക്കി വലതുകാലിൻ്റെ തുടയുടെ അടിയിലേക്ക് കയറ്റി വെക്കേണ്ടതാണ്. ഇനി ഇരു കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് വലതുകാലിൻ്റെ മുട്ടിന് താഴേക്കുള്ള ഏത് ഭാഗത്താണോ കൈകൊണ്ട് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നത് അവിടെ ഇരു കൈകളും ചേർത്ത് പിടിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം നീട്ടിവെച്ചിരിക്കുന്ന വലതുകാൽ ഇരു കൈകളുടെയും സഹായത്തോടു കൂടി ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം മുന്നോട്ട് കൊണ്ടുവരികയും നെറ്റി വലതുകാലിന്റെ മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മുമ്പ് ചെയ്ത അതേപോലെ തന്നെ ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇതേ രീതിയിൽ 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ഇത് ചെയ്യുന്ന എങ്ങനെയെന്ന് ഒന്നും കൂടി പറയാം. ഇടതുകാലിന്റെ മുട്ടുമടക്കി വലതുകാലിന്റെ തുടയുടെ അടിയിൽ കയറ്റി വെക്കുകയും ഇരു കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് വലതുകാലിന്റെ കുടയിൽ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വലതുകാൽ ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് കുനിഞ്ഞ് നെറ്റി വലതുകാലിന്റെ മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് കുനിഞ്ഞ് നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. മുമ്പേ പറഞ്ഞ പോലെ ഈ രീതിയിൽ 8-10 തവണ ആവർത്തിക്കുക. അതിനുശേഷം അല്പസമയത്തേക്ക് ഇരു കാലുകൾ നീട്ടിവെച്ച് വിശ്രമിക്കാവുന്നതാണ്. വിശ്രമത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ വലതുകാൽ ഉയർത്തി ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുകാൽ ഉയർത്തിക്കൊണ്ടുവന്നും ചെയ്യേണ്ടതാണ്. അതായത് ഇരു കാലുകൾ നീട്ടിവെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുകയും വലതുകാൽ മടക്കി ഇടതുകാലിന്റെ തുടയുടെ അടിയിൽ കയറ്റി വെക്കുകയും ചെയ്യുക. അതിനുശേഷം ഇരു കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് ഇടതുകാലിന്റെ കുഴയിൽ പിടിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാല് ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് കുനിഞ്ഞ് നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇതേ രീതിയിലും 8-10 തവണ ആവർത്തിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ക്രൗഞ്ചാസനം പരിശീലിക്കുന്നത്. ഈ ആസനം പരിശീലിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് എത്രത്തോളം താഴ്ന്നു വരാൻ പറ്റുമോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും. ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ നെറ്റി ഉയർന്നു വന്നിരിക്കുന്ന കാലിന്റെ മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല. ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതല്ലാതെ ആദ്യമായി ഇത് പരിശീലിക്കുന്ന ദിവസം തന്നെ നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല. അവനവൻ എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും. ഇന്ന് നമ്മൾ അടുത്തതായിട്ട് പരിശീലിക്കാൻ പോകുന്നതാണ് പശ്ചിമ ഉത്ഥാനാസനം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തിക്കൊണ്ടുവന്ന് ഇരു കൈപ്പത്തികളും അതത് വശത്തെ കാൽക്കുഴകളിൽ പിടിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് കുനിഞ്ഞ് നെറ്റി ഇരു കാലുകളുടെയും മുട്ടിൽ മുട്ടിക്കാനും ശ്രമിക്കേണ്ടതാണ്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും
ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ 7-8 തവണ ആവർത്തിക്കാവുന്നതാണ്. ഒന്നും കൂടി പറയാം. ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് ഇരു കൈകളും അതത് വശത്തെ കാൽക്കുഴകളിൽ പിടിക്കുന്നതോടൊപ്പം നെറ്റി ഇരു കാലുകളുടെയും മുട്ടിൽ മുട്ടിക്കാനും ശ്രമിക്കേണ്ടതാണ്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരുന്നതോടൊപ്പം ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വെക്കുകയും ചെയ്യുക. ഇതേ രീതിയിലാണ് പശ്ചിമ ഉത്ഥാനാസനം നമ്മൾ പരിശീലിക്കുന്നത്. ഈ ആസനം പരിശീലിക്കുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് ശരീരം മുന്നോട്ട് കൊണ്ടുവരുന്ന സമയം തല എത്രത്തോളം താഴ്ത്തി കൊണ്ടുവരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും. ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ നെറ്റി ഇരു കാലുകളുടെയും മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അവനവന് ഏത് രീതിയിലാണോ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ മാത്രം പരിശീലിച്ചാൽ മതിയാകും. ഇന്ന് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതാണ് ഉഷ്ട്രാസനം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ കുത്തി നട്ടെല്ല് നിവർന്ന് നിൽക്കുക. ഈ സമയം ഇരു കാൽമുട്ടുകളും തമ്മിൽ ഏകദേശം ഒരു 1.5 അടിയുടെ അകലമുണ്ടായിരിക്കണം. ഇനി ശരീരം പുറകോട്ട് വളച്ചുകൊണ്ട് വരികയും ഇരു കൈപ്പത്തികളും അതത് വശത്തെ കാൽക്കുഴകളിൽ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ശരീരം മുന്നോട്ട് തള്ളിപ്പിടിക്കുകയും ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതുമാണ്. അതായത് ഈ നിലയിൽ വന്നതിന് ശേഷം സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. എത്രത്തോളം സമയം ഈ നിലയിൽ തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയത്തേക്ക് ഇങ്ങനെ തന്നെ തുടരാവുന്നതാണ്. ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പൃഷ്ഠഭാഗം കാലുകളിൽ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കാവുന്നതാണ്. അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ഇതേ രീതിയിൽ തന്നെ 1-2 തവണ കൂടി ആവർത്തിക്കുക. ഇത് ചെയ്യുന്ന എങ്ങനെയെന്ന് ഒന്നും കൂടി പറയാം. ഇരു കാലുകളുടെയും മുട്ടുകൾ കുത്തി നട്ടെല്ല് നിവർന്ന് നിൽക്കുകയും ശരീരം വളച്ച് പുറകോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇരു കൈപ്പത്തികളും അതത് വശത്തെ കാൽക്കുഴകളിൽ പിടിക്കുകയും ശരീരം കഴിയുന്നത്ര മുന്നോട്ട് തള്ളിപ്പിടിക്കുകയും തല അകത്തേക്ക് വലിച്ചു പിടിക്കുകയും ചെയ്യുക. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഉഷ്ട്രാസനം നമ്മൾ പരിശീലിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഊർധ്വപാദഹസ്താസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുക. കൈകൾ രണ്ടും ശരീരത്തിന് പുറകുവശത്തേക്ക് കൊണ്ടുവരികയും പൃഷ്ഠഭാഗത്തിന്റെ വശങ്ങളിലായി തറയിൽ ഉറപ്പിച്ചു കുത്തുകയും ചെയ്യുക. അതിനുശേഷം ഇരു കൈകളുടെയും മുട്ടുകൾ അല്പം മടക്കുകയും ശരീരത്തെ കൈമുട്ടുകളിലേക്ക് ബലം കൊടുത്ത് താങ്ങി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ നിലയിൽ ഇരുന്നു കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകളും ചേർത്ത് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കാലുകൾ താഴ്ത്തിക്കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. വീണ്ടും ഇതേ രീതിയിൽ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കാലുകളും ഒരുമിച്ച് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കാലുകൾ താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. ഇതേ രീതിയിൽ 8-10 തവണ ആവർത്തിച്ചതിന് ശേഷം ഊർധ്വപാദഹസ്താസനത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരു കൈപ്പത്തികളും ശരീരത്തിന്റെ പുറകിലേക്ക് കൊണ്ടുവന്ന് പൃഷ്ഠഭാഗത്തിന്റെ വശങ്ങളിലായി തറയിൽ ഉറപ്പിച്ചു കുത്തുകയും കൈമുട്ടുകൾ മടക്കി ശരീരത്തെ താങ്ങി നിർത്തുകയും ചെയ്തതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകളും ഉയർത്തിക്കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ കൈപ്പത്തികൾ രണ്ടും തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് മുകളിലേക്ക് നീട്ടി വെച്ചിരിക്കുന്ന ഇരു കാലുകൾക്കും മീതെ വരുന്ന രീതിയിൽ നീട്ടിപ്പിടിക്കുകയും ചെയ്യുക. ഈ അവസ്ഥയിൽ എത്രത്തോളം സമയം ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സമയത്തേക്ക് തുടരേണ്ടതാണ്. ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഇരു കൈകളും ശരീരത്തിന് പുറകിലേക്ക് കൊണ്ടുവന്ന് കൈപ്പത്തികൾ തറയിൽ ഉറപ്പിച്ചു വെക്കുകയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. ഒന്നും കൂടി പറയാം. ഇരു കൈപ്പത്തികളും ശരീരത്തിന് പുറകിലേക്ക് കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും
കൈമുട്ടുകൾ മടക്കി ശരീരഭാരം മുഴുവൻ കൈമുട്ടുകളിലേക്ക് കൊടുത്തതിന് ശേഷം ഇരു കാലുകളും ഒരുമിച്ച് ഉയർത്തിക്കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ പുറകിൽ പതിച്ചു വെച്ചിരിക്കുന്ന ഇരു കൈപ്പത്തികളും മുന്നോട്ട് കൊണ്ടുവന്ന് നീട്ടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കാലുകൾക്ക് നേരെ മുകളിലേക്ക് വരുന്ന രീതിയിൽ കൊണ്ടുവരികയും ചെയ്യുക. ഈ നിലയിൽ നിന്നുകൊണ്ട് പറ്റുന്നത്ര സമയം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. ബുദ്ധിമുട്ട് തോന്നുന്ന സമയം ഇരു കൈപ്പത്തികളും ശരീരത്തിന്റെ പുറകിലേക്ക് കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാല് താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവരെ 5-ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങൾ എന്തൊക്കെയാണെന്നായിരുന്നു നമ്മൾ പരിശീലിച്ചത്. ഇനി ഈ ആഴ്ച പരിശീലിക്കേണ്ട പ്രാണായാമം എന്തെന്ന് നമുക്ക് നോക്കാം. ഭ്രാമരി പ്രാണായാമമാണ് ഈ ആഴ്ച നമ്മൾ പരിശീലിക്കാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായി നട്ടെല്ല് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തിരഞ്ഞെടുക്കുക. സുഖാസനമോ അർദ്ധപത്മാസനമോ പത്മാസനമോ വജ്രാസനമോ ഏതാസനം വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇരു കൈകളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക. ഇനി മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ഇരു കൈകളും ഉയർത്തിക്കൊണ്ടുവന്ന് ചൂണ്ടുവിരലുകൾ കൊണ്ടുവന്ന് ഇരു ചെവികളും അടച്ചു പിടിക്കുകയും ചെയ്യുക. അതിനുശേഷം മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും വണ്ട് മൂളുന്ന ഒരു ശബ്ദത്തോടു കൂടി ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടതാണ്. ഈ സമയം ചെവികളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ചൂണ്ടുവിരലുകൾ ചെറിയ രീതിയിൽ അനക്കി കൊടുക്കുകയും ചെയ്യുക. ശ്വാസം മുഴുവനായി പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ചെവികളിൽ നിന്ന് വിരലുകൾ എടുത്ത് മാറ്റുകയും വീണ്ടും മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം മുൻപ് ചെയ്ത അതേ രീതിയിൽ തന്നെ വിരലുകൾ കൊണ്ടുവന്ന് ചെവികൾ രണ്ടും അടച്ചു പിടിക്കുകയും മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വണ്ട് മൂളുന്ന ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ചൂണ്ടുവിരലുകൾ ചെറിയ രീതിയിൽ അനക്കി കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഈ രീതിയിൽ 7-8 തവണ ഭ്രാമരി പ്രാണായാമം പരിശീലിക്കാവുന്നതാണ്. ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും പ്രാണായാമം ചെയ്യുന്നതിന്റെ എണ്ണത്തിൽ വർധന വരുത്താവുന്നതാണ്. തലച്ചോറിന് നല്ല രീതിയിൽ ഉത്തേജനം ലഭിക്കാൻ സഹായിക്കുന്ന ഒരു പ്രാണായാമമാണ് ഭ്രാമരി പ്രാണായാമം. ഇത്രയും ആസനങ്ങളും പ്രാണായാമവും പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. പ്രമേഹം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന 5-ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. ഓരോ ആസനങ്ങളും പ്രാണായാമവും പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ആസനങ്ങളും പ്രാണായാമവുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.